വാട്സപ്പിൽ, അതുപോലെ ഇന്റർനെറ്റിൽ, അതുപോലെ ഫേസ്ബുക്കിൽ എല്ലാം കളിക്കുമ്പോഴും അക്ഷരത്താളുകൾ പെറുക്കിയെടുത്ത് അടുക്കി ചിട്ടപ്പെടുത്തി ലോകത്തിന്റെ വിജ്ഞാനത്തെ ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ലോക ലൈബ്രറികളിൽ ഇന്ന് മൂകസാക്ഷിയായി നിൽക്കുന്നുണ്ട്. എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിക്കും. എവിടെ വായന പ്രോജ്വലമാകുന്നുവോ അവിടെ ഉജ്ജ്വലമായ രചനകൾ ഉണ്ടാകും. അവിടെ സംസ്കാരങ്ങളുടെ മേച്ചിൽപുറങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാനവ ജനത കടന്നുപോകും. ലോകത്ത് വായിക്കാൻ ആവശ്യപ്പെട്ട ഗ്രന്ഥം വായിക്കുക മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിൽ. എങ്ങനെ സൃഷ്ടിച്ച നാഥൻ? ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, അറപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച ലോകത്തിന്റെ അതീശാധികാരി, പരമകാരുണികൻ, അളവറ്റ ദയാപരൻ, ലോകത്തിന്റെ തമ്പുരാൻ റബ്ബുൽ ആലമീൻ അല്ലാഹു, വദൂദായ, റഹീമായ, ഗഫൂറായ, അസീസായ, ജബ്ബാറായ, മുതകബ്ബിറായ ലോകത്തിന്റെ നാഥൻ. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, ഈശ്വരവിശ്വാസിയെ, നിരീശ്വരവാദിയെ എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ, ആ ലോകത്തിന്റെ നാഥൻ മാനവതയോട് വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഖുർആൻ വായിച്ചു നോക്കൂ, അത് സമാധാനമാണെന്ന് ബോധ്യപ്പെടും. ഹദീസ് വായിച്ചു നോക്കൂ, അത് സമാധാനമാണെന്ന് ബോധ്യപ്പെടും. ഇസ്ലാമിന്റെ യുദ്ധം പോലും ലോകത്തിലെ ആത്യന്തികമായ സമാധാനമായിരുന്നു. ഇസ്ലാമിന്റെ യുദ്ധാനന്തരം ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനമുണ്ടായി. ഇന്ന് ലോകത്ത് 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു. ഫ്രഞ്ച് വിപ്ലവങ്ങൾ നടന്നു, റഷ്യൻ വിപ്ലവങ്ങൾ നടന്നു, ഉക്രൈനിലെ കർഷക ദുരന്തങ്ങൾ നടന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇറാഖിൽ, പലസ്തീനിൽ, ചെച്ചിനിയയിൽ, കോസറോവയിൽ, ലബനാനിൽ, ഗാസയിൽ, ഫലസ്തീനിൽ, അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ, പാകിസ്ഥാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, യമൻ പ്രദേശങ്ങളിൽ, അറബ് നാടുകളിൽ, പള്ളികളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സമാധാനപരമായി സന്ധിക്കുന്ന മസ്ജിദുകളിൽ പോലും, ആരാധനാലയങ്ങളിൽ പോലും ഭയചകിതമായല്ലാതെ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ കുമിഞ്ഞുകൂടിയ നമ്മുടെ അമ്പലങ്ങളിൽ പോലും AK-47 എന്തുന്ന പട്ടാളക്കാരെ, കേന്ദ്ര പോലീസുകാരെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും കാണുകയാണ്. സമാധാനത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നാം വിളിക്കുന്ന ആരാധനാലയങ്ങൾ പോലും ഭീതിതമായൊരവസ്ഥയിൽ എല്ലാവരെയും മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ച് പള്ളികളിലേക്ക് കടത്തിവിടുന്ന അവസ്ഥകൾ പല അറബ് നാടുകളിലും ഇന്ന് നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ലോകം ഇന്ന് ആയുധങ്ങൾ വിൽക്കുന്ന വിൽപ്പനപ്പുരയായി ലോകം മാറുകയാണ്. നിർമ്മിച്ചു വെച്ചിട്ടുള്ള അറ്റോമിക് എനർജി അതുപയോഗിച്ച് ഈ സമയം MC സ്ക്വയർ എന്ന സൂത്രവാക്യം ലോകത്തിന് സമ്മാനിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ലിറ്റിൽ ബോയ് എന്ന അമേരിക്ക പേരിട്ട ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി ആദ്യത്തെ ബോംബിട്ട് ലോകത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇന്നും അവരുടെ സമാധാനം കെടുത്തി അന്തരീക്ഷങ്ങളെ മുഖരിതമാക്കി അവരുടെ സ്കിന്നുകളിൽ പോലും ചൊറി പിടിച്ച് അവർ പല ജീവിതത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾ തരണം ചെയ്തു പോകുമ്പോഴും ലോകം ഇന്നും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. ലിയോ ടോൾസ്റ്റോയിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യുദ്ധവും സമാധാനവും എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയ ഇന്റർനാഷണൽ പീസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രബന്ധം. ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത് ചരിത്രപരമായി, വസ്തുതാപരമായി വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ലോകത്തിന്റെ പ്രതിക്കൂട്ടിൽ, ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ഇസ്ലാം ഈസ് എ ടെററിസം, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം ഭീകരവാദമാണ്. എനിക്ക് അത്ഭുതം തോന്നിയത് ഇസ്ലാം എന്ന പദം എന്താ? സമാധാനം. സമാധാനപരമായ ഭീകരവാദോ? അങ്ങനെ ഉണ്ടാവോ? ഇസ്ലാമിക് ഭീകരവാദം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ ഭീകരവാദോ? എങ്ങനെയാ അത് യോജിക്കുന്നത്? ഒരു മതത്തിന്റെ പേര് തന്നെ സമാധാനം. ലോകത്ത് വേറൊരു മതത്തിന് പേരുണ്ടോ? ഹിന്ദുമതം ഉണ്ടോ? സനാതനധർമ്മം അതിനുണ്ടോ ആ പേര്? ഇല്ല സുഹൃത്തുക്കളെ. ജൈനമതം, ബുദ്ധമതം, അതുപോലെ ജൂതമതം, അതുപോലെ നമ്മുടെ ലോകപ്രസിദ്ധം എന്ന് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമാധാനകാംക്ഷികളുടെ മതം എന്നൊക്കെ പറയുന്ന ക്രിസ്തുമതം, അതൊക്കെ വ്യക്തികളിൽ അധിഷ്ഠിതമാണ്, ഗോത്രത്തിൽ അധിഷ്ഠിതമാണ്, വ്യക്തികളുടെ പേരില്ല. ഇസ്ലാം അതൊരു വ്യക്തിയുടെ പേരില്ല, ഒരു കാലത്തിന്റെ പേരില്ല, അതൊരു ആശയത്തിന്റെ ആകത്തുകയാണ്. സമാധാനം, സമർപ്പണം, ആത്യന്തികമായ സമാധാനം. ലോകത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നുണ്ടോ? തന്റെ സഹോദരനെ കണ്ടാൽ, സഹോദരാ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, നിനക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, നിനക്ക് അല്ലാഹുവിൽ നിന്ന് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് പരിചയമുള്ളവനോടും ഇല്ലാത്തവനോടും ഈ സമാധാനമാണ്
ഒരു മുസ്ലിം പറയുന്നത്. പിന്നെങ്ങനെ അവനെ അക്രമിയാകാൻ കഴിയും? ഒരു വ്യക്തിയെ കാണുമ്പോ കൈപിടിച്ച് പുഞ്ചിരിച്ച് അള്ളാന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നൊരു ഹിന്ദുവിനെ കാണുമ്പോ പറയില്ല. ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ പറയില്ല. ഒരു ജൂതനെ കാണുമ്പോൾ പറയില്ല. മറിച്ച് ഇസ്ലാം അത് കൃത്യമായി അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ പ്രാധാന്യങ്ങൾ, സലാം പറഞ്ഞാൽ മടക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ ഗൗരവങ്ങൾ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രവാചക തിരുമേനി ഈ ഭൂമി ലോകത്ത് നിന്ന് 6 അടി മണ്ണാകുന്ന വരാനിരിക്കുന്ന ഒരു ലോകത്തിന്റെ കാത്തിരിപ്പ് കേന്ദ്രമായ ആ ബർസഖി ലോകത്തേക്ക് പ്രവാചക തിരുമേനി യാത്ര പോയത്. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ലോകത്ത് അച്ഛൻ മരിച്ചിറക്കുന്ന സ്ഥലത്തിൽ നമുക്ക് ആർക്കെങ്കിലും ചെന്ന് ഗുഡ് ഈവനിങ് പറയാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഗോഡ് ബ്ലെസ് യു, ദൈവം നിന്നെ സഹായിക്കട്ടെ, രക്ഷിക്കട്ടെ, ദൈവത്തിന്റെ സമാധാനം നിനക്കുണ്ടാകട്ടെ എന്ന് പറയാൻ ഇസ്ലാമിനല്ലാതെ ലോകത്ത് വേറൊരു മതത്തിന് സാധ്യമല്ല. ഇനി ഇസ്ലാം സംഘർഷമാണ് എന്ന് പറയുന്നവരോട് ആത്മാർത്ഥമായി പഠിക്കാൻ സന്നദ്ധതുണ്ടോ? അല്ല എന്ന് കൃത്യമാകും. ലോകത്ത് നടക്കുന്ന ഏത് യുദ്ധങ്ങളുടെയും പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കരമുണ്ട്, ക്രൈസ്തവന്റെ കരമുണ്ട്, ജൂതന്റെ കരമുണ്ട് പ്രധാനമായി. അല്ലേ? ഇന്ത്യ രാജ്യത്ത് ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട്. എല്ലാരും അറിയുന്ന പേരെന്തേ ഉള്ളൂ? ലഷ്കർ-എ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകൾ. അതല്ലാത്ത അതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ, മനുഷ്യരെ നശിപ്പിച്ച, ഇന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭീകര പ്രസ്ഥാനങ്ങളുണ്ട്. എന്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരും. LTTE അതാണ്. അതെ, അതൊക്കെ ആ സംഘടനകളൊക്കെ ഉൾഫാ തീവ്രവാദികൾ, അതുപോലെ തന്നെ ബിന്ദർവാലയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മകൾ എല്ലാം ഇന്ത്യ രാജ്യത്തെ സിഖ് ഭീകരവാദികൾ, ഇതൊക്കെ ലോകത്ത് കാണാം. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ നയിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ലോകത്ത് കാണാം. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളല്ല, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളല്ല, രാജീവ് ഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളല്ല, അതുപോലെ വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തിയത് ഈ രാജ്യത്ത് മുസ്ലിങ്ങളല്ല. വാസ്കോഡി ഗാമ ഇന്ത്യയിൽ വന്നു. ഈ രാജ്യത്തിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവരുടെ ഐക്യബോധത്തെ അവർ മനസ്സിലാക്കി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തത്വം ലോകത്തിന് മുമ്പിൽ അവർ ഇട്ടുകൊടുത്തു. ഇന്ത്യ രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ ഇന്നും അത് നിലനിൽക്കുകയാണ്. അവിടെ വിശ്വാസങ്ങളെ, പന്നിയുടെ കൊഴുപ്പിനെ, അതുപോലെ പശുവിന്റെ കൊഴുപ്പിനെ അവരുപയോഗിച്ചു. കലാപങ്ങൾക്ക് വ്യത്യസ്തമായ തിരികൾ കൊളുത്തി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിന്റെ വ്യക്തമായ നിദർശനമായിരുന്നു. ലോകത്ത് വന്നിട്ടുള്ള പല കാഴ്ചപ്പാടുകളെയും ആധുനിക ലോകം കറക്റ്റായി, കൃത്യമായി, വ്യക്തമായി പഠിക്കാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ ഇസ്ലാമിന് തീവ്രവാദം പറയാൻ കഴിയില്ല, പ്രവാചകന് ഭീകരവാദിയാകാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യം, മാനവതയെ പഠിപ്പിച്ച വിശ്വാചാര്യൻ അതാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.